ഹായ്, നമ്മുടെ വത്സൻ ഖാദർ എന്ന് പറയുന്ന ഖാദർ കരിപ്പടി പുതിയ ഒരു വീഡിയോയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു പ്രൊമോഷൻ വീഡിയോ ആണ്. ഒളിവിലിരിക്കുന്ന ഖാദർ കരിപ്പടി മഴയത്ത് കോട്ടൊക്കെ ഇട്ട് കണ്ട് എന്താണ് ഡാൻസ് ഒന്ന് കാണണം. എൻ്റെ പൊന്നാറ മക്കളെ, നിങ്ങളൊന്ന് കണ്ടു നോക്കി. പത്തിൽ കൂടുതൽ ക്രിമിനൽ കേസുകളിലെ പ്രതി, കൂടാതെ ജാമ്യം തള്ളിയ ഒരു വധശ്രമ കേസിലെ പ്രതി. കാസർഗോഡ് പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്തിരുന്നു കൊണ്ടാണ് ഈ ഡാൻസ് കളിക്കുന്നത്. മോശമല്ലേ കാസർഗോഡ് പോലീസ്? നിങ്ങളിങ്ങനെ അവനെ പിടിക്കാൻ വേണ്ടി ഓടി ഓടി നടക്കുന്ന അവൻ നിങ്ങളെ മൂക്കിന്റെ തുമ്പത്തിരുന്ന് ഡിസ്കോ ഡാൻസ് കളിക്കുന്നു. കഷ്ടം. പറഞ്ഞിട്ട് കാര്യം എന്താ? ഉന്നത രാഷ്ട്രീയ ബന്ധത്തിലുള്ള ആൾക്കാരൊക്കെ ഇതുപോലൊക്കെ കളിക്കുമ്പോൾ പിന്നെ ഇവനെ പോലെ ക്രിമിനലിനൊക്കെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമോ? പറ്റൂല. എന്തായാലും നടക്കട്ടെ. പക്ഷേ ഖാദർ കരിപ്പടി, എങ്ങനെയുണ്ട് എൻ്റെ ഒളിവ് ജീവിതം? അതിമനോഹരമായിരിക്കുന്നു. മുഖക്കാകേണ്ട ഇതായിക്കുണ്ടല്ലോ. ഞാൻ പറയും റെയിൻകോട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കൊട്ടടക്കായതാണോ, ഞാൻ ടെൻഷൻ അടിച്ചിട്ട് കൊട്ടടക്കായതാണോ എന്നറിയില്ല. ഒരു വിചിത്രമായ രൂപമായിട്ടുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷം. അങ്ങനെ കാണുന്നതിൽ ഭയങ്കര സന്തോഷം. അപ്പൊ അന്ന് മനോരമയിൽ വന്നൊരു ന്യൂസും കൂടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചിറക്കിട്ടു. റീൽ പങ്കുവെച്ച ബ്ലോഗർ ഖാദർ കരിപ്പടി വധശ്രമ കേസിൽ 1 മാസമായി ഇയാൾ ഒളിവിലാണ്. ഖാദർ കരിപ്പടിയെ പിടികൂടാൻ കഴിയാതെ പോലീസാൽ റീലുകളൊന്ന് കാണാം. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും. അരുൺ, എന്തായാലും ഖാദർ അടിച്ചു പൊളിക്കുകയാണ്. പോലീസ് നെട്ടോട്ടം ഓടുകയാണോ അതോ ഓടുന്നില്ലേ? രഞ്ജിനി, സാധാരണഗതിയിൽ പോയി പ്രതികളൊക്കെ എവിടെ പോയി ഒളിച്ചാലും അവരെ പിന്തുടർന്ന് പിടിക്കുന്ന ഒരു സ്ഥിതിയാണ് കേരള പോലീസിനുള്ളത്. അങ്ങനെ കേരള പോലീസിന് ഒരുപാട് അനുമോദനങ്ങളും ബഹുമതികളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖാദർ കരിപ്പടി 1 മാസം മുൻപാണ് ഈ അണങ്കൂരിലെ ചോപ്പാടി റെസ്റ്റോറന്റ് മുന്നിൽ വെച്ച ഉദുമ സ്വദേശിയായ അബ്ദുൾ ഹാദിനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. അബ്ദുൾ ഹാദിന് നല്ല പരിക്കുണ്ടായിരുന്നു. പോലീസ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഈ പ്രതിക്ക് വേണ്ടി പോലീസ് അനങ്ങുന്നില്ല എന്നാണ് ഇപ്പോൾ പരാതിക്കാരൻ ഉൾപ്പെടെ പറയുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ റെയിൻകോട്ടിന്റെയൊക്കെ പരസ്യത്തിലും ഈ ഖാദർ കരിപ്പടി അഭിനയിക്കുന്നത്. 10 മണിക്കൂർ മുൻപാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ, പ്രതിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഈ ഒരു റെയിൻകോട്ടിന്റെ പരസ്യം കൂടി ഇട്ടിരിക്കുന്നത്. അതിൽ റെയിൻകോട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വാങ്ങാൻ കഴിയുന്ന റെയിൻകോട്ടൊക്കെ ആണെന്നവരാണ് ഈ പ്രതി വലിയ ആഹ്ലാദത്തോടു കൂടി ഈ പരസ്യത്തിലൊക്കെ അഭിനയിക്കുന്നത്. പക്ഷേ 1 മാസമായി ഈ പ്രതി ഒളിവിലാണ്. ഈ പ്രതി ഒളിവിലാണെന്ന് മാത്രമല്ല, അതിലൊരു വിചിത്രമായ കാര്യം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ഈ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. ഈ പ്രതി ഇതുവരെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുമില്ല, ഒളിവിൽ തന്നെ കഴിയുകയാണ്. പോലീസ് പറയുന്നത് പ്രതിയെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല, എവിടെയാണെന്ന് അറിയാൻ സാധിക്കുന്നില്ല. നേരത്തെ സുള്ളിയിലും കർണാടകത്തിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെയൊക്കെ പോലീസ് പരിശോധന നടത്തിയപ്പോഴും അവിടെ ഒന്നും പ്രതി ഇല്ല എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. കേട്ടല്ലോ, മനോരമക്കാര് പറയുന്നു ഖാദർ കരിപ്പടി സുഖവാസത്തിന് പോയ പോലെയാണ്. സത്യമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യനെ കൊല അല്ലെങ്കിൽ കൊല്ലാനാക്കിയിട്ട് എന്തിന് ജില്ലാ കോടതി ജാമ്യം തള്ളിയിട്ട് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലോ എവിടെയും കൊടുക്കാത്ത ഒരുത്തൻ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്തിരുന്നു കൊണ്ട് ഫാഷൻ പരേഡ് നടത്തുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത്. അതായത് ഞാനൊരു ചില ഡൗട്ട് ചോദിക്കാം. അപ്പൊ ഈ കാസർഗോഡ് പോലീസിന് നിയമം നടപ്പിലാക്കേണ്ട ആവശ്യമില്ലേ? ഇതൊക്കെ ഒരു പേരിന് വേണ്ടി ഇങ്ങനെ പോകുന്നതാണോ? ഞാൻ ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു, ഓരോ മനുഷ്യന്മാരങ്ങനെ തട്ടിക്കൊണ്ടുപോലും മറ്റുള്ള കാര്യങ്ങളും അതുപോലെ ഗോൾഡ് സ്മഗ്ലിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ന്യൂസ് ഇങ്ങനെ കേൾക്കുമ്പോൾ പോലീസ് സപ്പോർട്ട് ഇല്ലാണ്ട് ഇപ്പോൾ ഒരാളങ്ങനെ തട്ടിക്കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് ഇതുപോലെ ക്രിമിനൽ പ്രവർത്തനത്തിന്റെ ഉസ്താദായിട്ടുള്ള ഖാദർ കരിപ്പടിയെ പോലത്തെ ബോൺ ക്രിമിനൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കാസർഗോഡ് നാട് നിറഞ്ഞ് പെണ്ണ് കെട്ടിയിടുന്ന അന്ത്രുവിൻ്റെ മോൻ വത്സൻ ഖാദർ എന്നറിയപ്പെടുന്ന അബ്ദുൽ ഖാദർ, പന്തൽ പണിക്ക് പോയ അബ്ദുൽ ഖാദർ ഇപ്പൊ പറയുന്നു ഞാൻ മാധ്യമപ്രവർത്തകനാണെന്ന്. എങ്ങനെയാണ് മാധ്യമപ്രവർത്തകനായത് നമുക്കറിയില്ല. പണം പറ്റിക്കാനും നാട്ടുകാരെ മൂഞ്ചിപ്പിക്കാനും ഒക്കെയാണ് ഇതുപോലെ നടക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് പറഞ്ഞിട്ട് കാര്യമല്ല കേരള പോലീസ്. ഷെയിം, ഭയങ്കര ഷെയിം. നിയമം നടപ്പിലാക്കേണ്ടവർ കുറ്റവാളികൾക്ക് കുട പിടിക്കുമ്പോൾ ഇതിലപ്പുറം നമ്മൾ കാണേണ്ടി വരും. കഷ്ടം. ശരി.